ഹലോ, വെൽക്കം ടു സുൽഫീസ് ക്രിയേഷൻസ്. അപ്പം നമ്മളിന്ന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഈവിളൈ ബീഡും ബ്ലാക്ക് ബീഡും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി ടഫാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കതിൻ്റെ ആ ഒരു മെടയിലൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെയ്ത് ഒരെണ്ണം ക്ലിയർ ആയാൽ ബാക്കി പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം. കണ്ടോ, കുഞ്ഞു പിള്ളേർക്ക് മുതൽ വലിയവർക്ക് വരെ ഉണ്ടാക്കാമെന്നല്ല, ഉപയോഗിക്കാം. ഈ ഒരു ഐറ്റം നമുക്കിപ്പം ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ്ട് അതിന് ബ്ലാക്ക് ത്രെഡ്, നൈലോൺ ത്രെഡാണ്. അതും പല കളറ് കിട്ടും. പിന്നെ ബീഡ്സും, പിന്നെ നമ്മുടെ കത്രികയും ലൈറ്ററും. ആദ്യം നമ്മൾ അത്യാവശ്യം ഒരു നീളത്തിൽ ആ ചരട് മുറിച്ചെടുക്കണം. അതെന്നിട്ട് സെൻറ്റർ വെച്ച് മടക്കി നോക്കിയേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ചരടിനകത്തോട്ട് നമ്മുടെ ഈ ഈവിളൈ ബീഡ് നടുക്കായിട്ട് കോർത്തെടുക്കണം. അപ്പോൾ ഈ ചരടിന് ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ നമ്മുടെ ബീഡ്സ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ചരടിൻ്റെ തുമ്പൊന്ന് കോണ് ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എന്താണ്ട് ഇപ്പം കണ്ടോ, ഇതിനകത്തൂടെ കയറാൻ പാടാം. അപ്പോൾ ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇച്ചിരി ഉരുക്കി കൊടുക്കണം. എൻ്റെ കത്രിക ഇച്ചിരി മോശമായതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ ഇച്ചിരി താമസം എടുക്കുന്നത്. അപ്പം അതാണ്ട് ആ സൈഡൊന്ന് റെഡിയാക്കി കട്ട് ചെയ്തെടുത്ത്, കത്രികയുടെ മൂർച്ച നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ അതാണ്ട് എന്നിട്ട് ആ സൈഡൊന്ന് ഉരുക്കി കൊടുക്കണം. അപ്പോൾ അതൊരു ഇച്ചിരി നേർത്ത രീതിയിലാകും. അപ്പോൾ ഇതാ പടേന്ന് നമ്മുടെ മുത്തതി കയറിപ്പോകും. അപ്പം നടുക്ക് നമ്മുടെ മുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നടുക്ക് ഭാഗത്ത് കറക്റ്റാക്കി എടുത്തിട്ട് ചരട് നീളത്തിൽ സെറ്റ് ചെയ്തിട്ട് ആ നടുക്കൂന്ന് കുറച്ച് മുന്നോട്ട് നീക്കി നമ്മുടെ മുത്തെടുത്ത് വെച്ചിട്ട് ഒരു സെല്ലോ ടേപ്പ് ആ നടുക്ക് ഭാഗത്ത് ഒട്ടിച്ച് വെക്കുക. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി മെടയുമ്പോഴത്തേക്കിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സെൻറ്ററിൽ മുത്ത് വരുത്തുമില്ല. നമ്മുടെ സാധനം ഷേപ്പ് വ്യത്യാസവും വരും. അപ്പോൾ അതാണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ കറുപ്പ് ചരടിൽ നിന്ന് ഒരു അത്യാവശ്യം നീളത്തിൽ 3 ചരട് മുറിച്ചെടുക്കുക. 3 എടുക്കുന്ന എന്തിനാന്ന്, നമുക്ക് മെടയാനും വേണം, പിന്നെ ബാക്കി ആവശ്യമുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ നൂർത്തിട്ടേക്കുന്ന ചരടിൻ്റെ അടിഭാഗത്തോട്ട് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ വെക്കുക. അപ്പം വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ അതാണ്ട് നമ്മൾ എന്നിട്ട് ഒരു സൈഡിലെ നൂല് മറ്റേ സൈഡിലെ നൂലിൻ്റെ താഴ്ഭാഗത്തൂടെ കയറ്റുക. കണ്ടല്ലോ. ഇനി എന്നിട്ട് ആ മറ്റേ സൈഡിലെ നൂല് ആദ്യം കയറ്റിയ നൂലിൻ്റെയും നമ്മുടെ നടുക്കുള്ള നൂലിൻ്റെയും താഴോട്ട് കയറ്റി അകത്തൂടെ കയറ്റിവിടുക. അതുകൊണ്ട് രണ്ടാമത് ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം ഓപ്പോസിറ്റ് സൈഡുള്ള നൂലിൻ്റെ താഴോട്ട് മറ്റേ സൈഡിലത് കയറ്റുക. എന്നിട്ട് ഈ സൈഡിലത് മറ്റേ ആ 2 നൂലിൻ്റെ താഴേക്കൂടെ അകത്തൂടെ മുറുക്കിയെടുക്കുക. അതാണ്ട് ഒരു കെട്ട് വീണു. ഇനി നോക്കിക്കോ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആകത്തില്ല. നമ്മുടെ വീഡിയോ ഒന്ന് സൂം ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തൊക്കെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. അതാണ്ട് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ അടിയിൽ കൂടെ കയറ്റിയിട്ട് മറ്റേത് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെയും നടുക്കുള്ളതിൻ്റെയും താഴേക്കൂടെ അകത്തൂടെ കയറ്റി മുറുക്കിയെടുക്കുക. അതാണ്ട് പിന്നെ നോക്കിക്കേ, താഴോട്ട് പിന്നെ ഇത് ആ നടുക്കുള്ളത് പൊക്കി മറ്റേ ആ വളച്ചെടുത്തേക്കുന്നതിൻ്റെ ഉള്ളിലൂടെ കയറ്റി വലിക്കുക. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. കണ്ടല്ലോ, താഴോട്ട് കയറ്റുക, മറ്റേത് നടുക്കുള്ളത് പൊക്കി ആ വളച്ചെടുത്തേക്കുന്നതിൻ്റെ ഉള്ളിലൂടെ കയറ്റി മുറുക്കുക. അപ്പം ഇത് ചെയ്ത് വരാൻ ഇച്ചിരി പാടാണ്, പക്ഷേ സിമ്പിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലായിരിക്കും. കണ്ടല്ലോ, മറ്റേതിൻ്റെ താഴേക്കൂടെയും എന്നിട്ട് ഇപ്പുറത്തത് നടുക്കത്തതും മറ്റേതിൻ്റെ ഉള്ളിലൂടെ കയറ്റി വിടണം. ഇനി നമുക്കത് അവിടെ വരെ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ക്ലിയറായിട്ട് നോക്കിക്കോ. ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴേക്കൂടെ വളച്ച് വെക്കുക. എന്നിട്ട് മറ്റേത് ഈ വളച്ചതിനുള്ളിൽ കൂടെ നടുക്കത്തത് മുകളിലാക്കി വലിച്ച് മുറുക്കുക. കണ്ടല്ലോ, ഒരുപാട് മുറുക്കുമ്പോൾ നമ്മുടെ മെടയിലിനൊരു ഭംഗി വരത്തില്ല. അപ്പോൾ അത്യാവശ്യം മുറുക്കുക. കണ്ടല്ലോ,
അപ്പോൾ അതാണ്ട് പുറത്ത് പോയി ഒരെണ്ണം മേടിക്കണേ നമുക്ക് നല്ല ചിലവ് വരും. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയിടുവാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ചോദിച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആകത്തില്ല, ഇത് വീഡിയോ കറക്റ്റായിട്ട് കണ്ടാൽ നമുക്ക് അത് സെറ്റായിട്ട് മനസ്സിലാകും. ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴെ കൂടെ കയറ്റിയിട്ട് തിരിച്ച് കയറ്റുന്നത് നടുക്കത്തെ നൂലും മറ്റേതിൻ്റെയും താഴോട്ട് കയറ്റി, കണ്ടല്ലോ, നടുക്കത്തെ നൂല് പൊക്കിയിട്ട് മറ്റേ ആ വളച്ചേക്കുന്നതിന് ഉള്ളിലൂടെ കയറ്റി വലിക്കണം. പറയുന്നത് ചിലപ്പം എല്ലാവർക്കും ക്ലിയർ ആകണമെന്നില്ല. അപ്പോൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി, ഞാൻ എങ്ങനെ അത് കയറ്റി വിടുന്നതെന്ന് മനസ്സിലാകും. കണ്ടല്ലോ, ഏകദേശം നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യാറായി. ഇതാണ്ടേ. അപ്പോൾ ബാക്കി പോർഷൻ ഇനി അധികം കിടപ്പുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഇപ്പം അതവിടെ കിടക്കട്ടെ. നമുക്കിനി ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ മെടയണം. അപ്പം നടുക്ക് വെച്ചിരുന്ന ആ ടേപ്പ് മാറ്റിയിട്ട് നമ്മൾ ആ മുത്തിനെ ഇതിനടുത്തോട്ട് അടുപ്പിച്ചു. എന്നിട്ട് ഇനി ആ മുത്തും കൂടെ ചേർത്ത് നമ്മൾ സെല്ലോ ടേപ്പിട്ട് ഒട്ടിച്ച് വെക്കാം. കണ്ടല്ലോ, അപ്പം മുത്തല്ലെങ്കിൽ ഓടി നടക്കും, നമുക്ക് കറക്റ്റ് അതിനടുത്തായിട്ട് ഇത് മെടഞ്ഞെടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇപ്പം തന്നെ അത് ഓടുക. അപ്പം നമ്മൾ ഒട്ടിച്ചില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചേ. ഇനി ഇതാണ്ട് വീണ്ടും നമ്മൾ മുമ്പേ മുറിച്ച് വെച്ച നൂല് ആ നടുക്കുള്ള നൂലിൻ്റെ താഴെ കൂടെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നടുക്കുള്ള നൂല് സെൻറ്ററിലിരിക്കണം. എന്നിട്ട് ഇതാണ്ട് ഓപ്പോസിറ്റ് സൈഡുള്ളതിൻ്റെ താഴോട്ട് ഒരെണ്ണം വളച്ചെടുക്കുക. എന്നിട്ട് ആ നടുക്കത്തെ നൂല് പൊക്കി ആ വളച്ചതിനുള്ളിൽ കൂടെ കയറ്റി മുറുക്കിയെടുക്കുക. കണ്ടല്ലോ, ഒത്തിരി മുറുക്കുമ്പോൾ നമ്മുടെ മെടയിൽ ക്ലിയർ ആകത്തില്ല. അപ്പോൾ അതാണ്ട് ഓപ്പോസിറ്റ് ഉള്ളത് മടക്കി അപ്പുറത്തേൻ്റെ താഴെ കൂടെ, എന്നിട്ട് ആ മടക്കിയതിൻ്റെ അകത്തൂടെ നടുക്കുള്ളത് മേളിലാക്കി മെടയുക. കണ്ടല്ലോ, ഓപ്പോസിറ്റിൻ്റെ താഴെ കൂടെ, എന്നിട്ട് മറ്റേത് നടുക്കുള്ളത് പൊക്കി ഇതിനുള്ളിൽ കൂടെ കയറ്റണം. കണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കണേ. നോക്കുമ്പോഴത്തേന് ഒരു വട്ടം ചെയ്ത് രണ്ടാമത്തെ വട്ടമൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റാകും. ഞാനിപ്പോൾ ഇത് രണ്ടാമതാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ആദ്യം ചെയ്തതിനേക്കാളും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി. ഇതാണ്ടേ, കണ്ടല്ലോ, വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കണ്ടാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. അപ്പോൾ അതാ നമ്മൾ അവിടവും ഇടഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അധികം വന്ന ആ പോർഷൻ വെട്ടിക്കളഞ്ഞിട്ട് നമ്മളത് ഒന്ന് ഉരുക്കിയെടുക്കുക. ഇച്ചിരി നീളത്തിൽ വെച്ച് വേണം വെട്ടാൻ കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ വെട്ടിയപ്പോൾ ഇച്ചിരി ഉള്ളിലോട്ടായിപ്പോയി, അതങ്ങ് ഊരി വന്നു. ഞാൻ പിന്നെ ഒന്നുകൂടെ റെഡിയാക്കിയാണ് അത് ഉരുക്കിയത്. ഇനി ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അതുപോലെ വെട്ടിയിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഉരുക്കുമ്പോൾ വൃത്തിയായിട്ട് ഉരുക്കിയില്ലെങ്കിൽ ഊരി വരും. അതുകൊണ്ട് വൃത്തിയായിട്ടൊന്ന് ഉരുക്കിയെടുക്കുവാണ്. ഇനി ഇതാണ്ട് ഓപ്പോസിറ്റ് സൈഡിലെത്തത് നമ്മുടെ ആ മുത്ത് കണ്ടല്ലോ, കറക്റ്റായിട്ട് വന്നത് കണ്ടോ, ഒരു സ്പേസ് ഇടാതെ വന്നില്ലേ. ഇനി ഇതാണ്ട് ഓപ്പോസിറ്റ് സൈഡിലത്തെ അതുപോലെ തന്നെ ഉരുക്കിയെടുക്കുക മുറിച്ചിട്ട്. കണ്ടോ, നന്നായിട്ട് ഉരുക്കി, തീ കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഉരുക്കി ഇതാണ്ട് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ റെഡിയായി. ഇനി നമുക്കിത് എന്താ പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതാണ്ട് നമ്മൾ ഇടാൻ പറ്റുന്ന പോലെ ഓരോ സൈഡ് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഞാൻ കാണിച്ചേക്കുന്ന പോലെ വെക്കണം. എന്നിട്ട് നമ്മൾ മുമ്പേ 3 പീസല്ലേ മുറിച്ചെടുത്ത്, അതിലെ ലാസ്റ്റ് പീസ് നമ്മൾ മറ്റേത് മെടയാൻ ചെയ്തതുപോലെ തന്നെ, എന്നിട്ട് 2 സൈഡിലും ടേപ്പ് ഒട്ടിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ അനങ്ങിപ്പോകരുത് അതിന്. എന്നിട്ട് ഇതാണ്ട് നടുക്കൂടെ കയറ്റിയിട്ട് ഇനി മുമ്പലത്തെ പോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴെ കൂടെ മറ്റേത് ആ വളച്ചതിൻ്റെ അകത്തൂടെ കയറ്റി വിടുക. അപ്പം ഈ നടുക്കുള്ളത് താഴെ പോകണം. ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴെ കൂടെ നടുക്കുള്ളതിൻ്റെ താഴെ കൂടെ കയറ്റി മറ്റേതിൻ്റെ അകത്തൂടെ വലിക്കുക. കണ്ടല്ലോ, അത് നമ്മൾ ഏകദേശം കുറച്ച് ഇച്ചിരി നീളത്തിൽ അത് മെടഞ്ഞെടുക്കണം. എനിക്ക് ഈ ഭാഗം വരുമ്പോൾ തെറ്റുന്നുണ്ടോ, ശ്രദ്ധിച്ചേ. ഞാനും ശ്രദ്ധിക്കാതെ ചെയ്ത് പണി കിട്ടിയതാണ്. ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴെ കൂടെ കയറ്റി നടുക്കുള്ളതിന് താഴെ കൂടെ കയറ്റി പിന്നെയും തെറ്റിച്ചു. ഞാൻ പിന്നെയും നോക്കിക്കോ, ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴെ കൂടെ ആക്കി നടുക്കുള്ളത് പൊക്കിയിട്ട് മറ്റേത് ഉള്ളിലോട്ട് കയറ്റുക. കണ്ടല്ലോ, അങ്ങനെയപ്പോൾ ചെയ്തപ്പോൾ മറ്റേതിൻ്റെ താഴെ കൂടെ ആയിപ്പോയി, അങ്ങനെയാണ് തെറ്റിപ്പോയത്. അപ്പോൾ അതാണ്ട് ഓപ്പോസിറ്റ് ഉള്ളത് താഴെ കൂടെ കയറ്റിയിട്ട് മറ്റേത് ഉള്ളിലൂടെ കയറ്റി വലിച്ചെടുത്തു.
ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴെ കൂടെ ആക്കിയിട്ട് മറ്റേത് വലിച്ചത് കണ്ടോ. അപ്പോൾ ഏകദേശം ക്ലിയറായി കാണും. വീഡിയോ ഒന്ന് സൂം ചെയ്തോ അല്ലെങ്കിൽ പോസ് ചെയ്തൊക്കെ കണ്ടാൽ മതി. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് പോസ് ചെയ്ത് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേന് നെറ്റ് കുറേ പോത്തില്ലേ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നോക്കിക്കേ, കണ്ടോ. ഓപ്പോസിറ്റിൻ്റെ താഴോട്ട് വെച്ചിട്ട് മറ്റേത് തെറ്റിയത് കണ്ടോ. ഞാൻ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴോട്ടല്ല വെച്ചേക്കുന്നത്, കണ്ടോ. ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ താഴോട്ട് വന്നിട്ട് മറ്റേത് ഉള്ളിലോട്ട് കയറ്റി വലിക്കുക. സെറ്റ്. കണ്ടല്ലോ, നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞ്. ഇനി അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ മുറുക്കിയപ്പം ഇച്ചിരി മുറുകിപ്പോയി. വേണ്ട ഇച്ചിരി കൂടെ നമുക്ക് സെറ്റാക്കാം. വേണ്ട കണ്ടല്ലോ. ആ ഒരു കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഫസ്റ്റ് ട്രയൽ ശരിയാവണമെന്നില്ല, അടുത്തത് കൂടെ ചെയ്യുമ്പോഴത്തേനങ്ങ് ഓക്കെ ആയിക്കോളും. നമ്മളെല്ലാം ചെയ്ത് പഠിക്കണം. എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ടല്ലല്ലോ വരുന്നത്. അപ്പോൾ അതാണ്ട് നമുക്കൊന്ന് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, ക്ലിയർ ആകുമോ എന്ന്, സെറ്റാകുമോ എന്ന്. അപ്പോൾ അതാണ്ട് ഏകദേശം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾക്ക് വേണ്ട ഭാഗം ആയിരിക്കരുത് കട്ട് ചെയ്ത് പോകുന്നത്. അടുത്ത രണ്ട് സൈഡും കട്ട് ചെയ്ത് നമ്മൾ ഉരുക്കി. നമ്മുടെ ബ്രേസ്ലെറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി പണിയും കൂടെ ഉള്ളൂ. കണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യുന്ന കണ്ടോ. ഇത്രയും ചെറുത് തൊട്ട് ഏറ്റവും വലുത് വരെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ആ ബാക്കിൽ ചെയ്തേക്കുന്ന ആ വള്ളിയുണ്ടല്ലോ, അത് നമ്മൾ വലിക്കും തോറും വലിഞ്ഞിട്ട് ലാസ്റ്റ് ഊരിപ്പോകാൻ ചാൻസ് ഇല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ തുമ്പത്ത് 2 മുത്ത് കോർക്കാം. അപ്പോൾ അത് വീണ്ടും മുത്ത് കോർത്ത് ആ അവിടെ ഒന്ന് കെട്ടണം. കെട്ടുമ്പോൾ 2 ചുറ്റിട്ട് വേണം കെട്ടി വലിക്കാൻ. ഒറ്റ ചുറ്റി കയറ്റിയിട്ട് പിന്നെ ഒന്നുകൂടെ ചുറ്റിയിട്ട് വലിച്ച് മുറുക്കാവുള്ളൂ. എന്നിട്ട് ആ തുമ്പ് കട്ട് ചെയ്ത് അത് നമ്മൾ ഉരുക്കിയെടുക്കണം. അവിടെ അതും സെറ്റായി. ഇനി അടുത്ത പോർഷനിൽ അതുപോലെ മുത്ത് കയറ്റി ചുറ്റി കെട്ടുമ്പോൾ 2 ചുറ്റി കെട്ടണം. ഇനി അവിടെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉരുക്കിയെടുക്കുക. നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഡൗട്ടുള്ളത് കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമ്മൾ പറയും. ഇതിനുള്ള മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട്. ഇത് കൂടാതെ തന്നെ ബീഡ്സ് വെച്ചുള്ള ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട്. വേണ്ടവർ എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈലിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പം എനിക്ക് ചേരും, എൻ്റെ കുഞ്ഞിന് ചേരും, എല്ലാവർക്കും ചേരുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ഏത് വണ്ണമുള്ളവർക്കും ചെയ്യാൻ പറ്റും. കണ്ടല്ലോ. അങ്ങനെ ബ്ലാക്ക് കളറ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് എന്തായാലും കാണും. ഇല്ലാത്തവർക്ക് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി ഇടാമല്ലോ. ഈ വിളയും കൂടെ ആകുമ്പോഴത്തേക്കിന് സെറ്റ്. അപ്പോൾ അതാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണേ മാക്സിമം. ബൈ.